എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ വിഷയം ലോ ഓഫ് സെലക്റ്റീവ് എലിമിനേഷൻ എന്നുള്ളതാണ്. ലോ ഓഫ് സെലക്റ്റീവ് എലിമിനേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബോഡി ഇന്റലിജന്റ്ലി റിമൂവ്സ് ടോക്സിൻസ്. അതായത് നമ്മൾ ജീവന്റെ നിയമങ്ങളും പ്രതിഭാസങ്ങളും ആയിട്ട് കുറേ സീരീസ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ഭാഗമാണിത്. ബോഡി എങ്ങനെ സ്വയം ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇതെല്ലാം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മൾ ബോഡിയെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായിട്ടുള്ള തത്വങ്ങൾ ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വിവേചിത വിസർജന നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്നുള്ള ആ വിഷയമാണ് ഇന്നത്തേത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ബോഡിയിൽ ഏത് മാർഗത്തിലൂടെ പ്രവേശിക്കുന്ന ഏത് ഫോറിൻ ബോഡി അല്ലെ ദോഷകരമായ പദാർത്ഥങ്ങളെ അതിനൊരു വിവേചന ബുദ്ധിയുണ്ട്. ആ വിവേചന ബുദ്ധി അനുസരിച്ചിട്ട് അതിനെ തിരിച്ചറിയാനുള്ള എല്ലാ മെക്കാനിസംസും ഉണ്ട്. അത് ചർമ്മത്തിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഉണ്ട്. അപ്പോൾ അത് സജീവമായി തിരിച്ചറിയുകയും ലഭ്യമായ ഏറ്റവും അനുയോജ്യമായ വഴികളിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു. ഇതാണ് വിവേചിത വിസർജന നിയമം. വിസർജനം എന്നത് യാദൃച്ഛികമായി സംഭവിക്കുന്ന ഒന്നല്ലെന്നും അത് ശരീരത്തിന്റെ ബുദ്ധിശക്തിയാൽ നയിക്കപ്പെടുന്നതാണെന്നും ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം മാലിന്യങ്ങളും വിഷാംശങ്ങളും നീക്കം ചെയ്യുന്നതിനായി ശരീരം ഏറ്റവും അടുത്തുള്ളതോ സുരക്ഷിതമായതോ അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായതോ ആയ മാർഗം തിരഞ്ഞെടുക്കാനുള്ള കഴിവ്, മുൻഗണന, സംരക്ഷണ സ്വഭാവം എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. ചർമ്മം, ശ്വാസകോശം, വൃക്കകൾ, കുടലുകൾ, ശ്ലേഷ്മ സ്ഥലങ്ങൾ എന്നിവ വിസർജനത്തിനുള്ള മാർഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഒരു മാർഗം അമിതമായി ഉപയോഗിക്കുമ്പോൾ മറ്റൊന്ന് അതിനെ സഹായിക്കുന്നു. ശ്വാസത്തിലെ ഗന്ധം, നാവിലെ എരിച്ചിൽ എന്നിവ തുടങ്ങി പനി, വയറിളക്കം, വിയർക്കൽ, ഛർദി, ശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങൾ, വീക്കം എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പ്രകടനങ്ങളാണ്. ഈ പ്രക്രിയകൾ ശരീരത്തിന്റെ ശത്രുക്കളല്ല, മറിച്ച് ശുദ്ധീകരണത്തിലുള്ള ശ്രമങ്ങളാണ്. തിരഞ്ഞെടുക്കപ്പെട്ട വിസർജനത്തിലൂടെ ശരീരം സ്വയം പ്രതിരോധിക്കുകയും ചൈതന്യം നിലനിർത്തുകയും ആന്തരിക സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്യുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പം ഇതനുസരിച്ചിട്ട് നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇന്റലിജൻസ് എന്നുള്ളത്, ആ ഇന്റലിജൻസ് എല്ലായിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ശരീരത്തിന്റെ ഏറ്റവും പുറത്തുള്ള തൊലി, ബോഡിയിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് സ്കിൻ എന്ന് പറയുന്നത്. അത് നിരന്തരമായിട്ട് പുറത്തുള്ള പരിസരവുമായിട്ടുള്ള ഘടകങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വേണ്ടതിനെ സ്വീകരിക്കുന്നുണ്ട്, വേണ്ടാത്തതിനെ തിരസ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദോഷകരമായ വസ്തുക്കളോ മൈക്രോബ്സ് എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാനുള്ള കംപ്ലീറ്റ് ഡിഫൻസ് സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിക്കകത്ത് കയറുന്ന മറ്റ് ഒന്ന് ശ്വാസകോശത്തിലൂടെ കയറുന്നുണ്ട്, നമ്മൾ ഭക്ഷണത്തിലൂടെ കയറുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പോസിബിലിറ്റിയിലും, അകത്തോട്ട് ചെല്ലുന്ന എല്ലാ പോസിബിലിറ്റിയിലും ആ ഇന്റലിജൻസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിന് ഇപ്പം ശ്വാസകോശത്തിൽ കൂടെ വരുന്നത് പലതും നമ്മൾ ഇപ്പം പൊടിയും മറ്റ് സംഗതികളും പലതും വരുന്നുണ്ട്. അതിന് അവിടെ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. അപ്പൊ ഈ ചെല്ലുന്നത് മ്യൂക്കസിൽ, ഒന്നാമത് നമ്മൾ മൂക്കിലൂടെ എടുക്കുമ്പോൾ തന്നെ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. കഴിയുന്നതും അവിടെ വെച്ച് തന്നെ അതിനെ തടഞ്ഞു നിർത്തി വായുവിനെ മാത്രമേ അകത്തോട്ട് എടുക്കുകയുള്ളൂ. പക്ഷെ എന്നാലും വളരെയധികം സൂക്ഷ്മമായിട്ടുള്ള പലതും അകത്ത് പോകുന്നുണ്ട്. അപ്പൊ അതിനെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പൊ പൊടി കൂടെ ഉള്ളപ്പോൾ നമുക്ക് ഉടനെ തന്നെ അവിടെ കഫം ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പൊടി കൂടുതലായി കഴിഞ്ഞാൽ കഫം ഉണ്ടാകുന്നുണ്ട്. കഫം ഉണ്ടാകുന്നത് ഇതിന് ഈ വന്ന പൊടിയെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കഫത്തിൽ ആ മ്യൂക്കസ് മെംബ്രെയിൻ്റെ അകത്ത് അതിനെ സംരക്ഷിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിനെ പുറന്തള്ളാനായിട്ട് ശരീരം അവലംബിക്കുന്നതാണ്. പലപ്പോഴും ആ ചുമ ഉണ്ടാകുന്നുണ്ട്. ചുമയ്ക്ക് കഫം പുറത്ത് പോകണം എന്നുള്ളതാണ്. അപ്പം ചുമ ഉണ്ടാകുന്നതിന് നമ്മൾ വിചാരിക്കും അത് അസുഖമാണ്. ചുമ അസുഖമല്ല, അതിൻ്റെ ക്ലെൻസിങ് പ്രോസസ്സാണ് ചുമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചുമയിലൂടെയാണ് അകത്ത് കയറിയ പൊടികളും മറ്റ് പദാർത്ഥങ്ങളും പുറത്ത് കളയാനുള്ള ഇപ്പം ഇതല്ലാതെ തന്നെ പലതും ബ്ലഡിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഓക്സിജൻ എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ
അതുപോലെ ഗ്യാഷ്യസ് ആയിട്ടുള്ള പല ഇതും കാണും. അതും പോയിസണസ് ഗ്യാസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതും ഇതിലൂടെ രക്തത്തിലൂടെ പോകും. അപ്പം അങ്ങനെ പോകുന്നതിനെയൊക്കെ പിന്നെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ലിവർ. അപ്പം ബാക്കിയുള്ള എല്ലാത്തിനെയും ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് ബോഡിയിൽ. അപ്പോൾ എന്ത് ചെന്ന് കഴിഞ്ഞാലും ലിവറിന് അടുത്ത് പോയിട്ടേ എങ്ങോട്ടും പോവുള്ളൂ. അപ്പോൾ ലിവറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അത് തീരുമാനിക്കുന്നത് നമുക്ക് പറ്റിയതാണോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു തീരുമാനം, ആ ഇൻ്റലിജൻസ് അവിടെ നല്ലപോലെ പ്രയോഗിക്കുന്നുണ്ട്. വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ അതിനെ ആ ഒരു റൂട്ടിലൂടെ അതിനെ തള്ളിക്കളയാനുള്ള രീതിയിലും അതിനെ കിഡ്നിയിലൂടെ വൃക്കകളിലൂടെ അത് തള്ളിക്കളയാനുള്ളൊരു ശ്രമം നടത്തും. അപ്പം ഈ എല്ലാ ചാനലുകളും അവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചാനലുകളിൽ ചർമ്മമുണ്ട്, ശ്വാസകോശമുണ്ട്, വൃക്കകളുണ്ട്, കുടലുകളുണ്ട്, സൂക്ഷ്മസ്തരങ്ങളുണ്ട്. ഇതിലാണ് ഈ ചാനലുകളാണ് ഇത്. അപ്പോൾ ഇതിനു വേണ്ടി ബോഡി ഉപയോഗിക്കുന്ന പല പ്രവർത്തനങ്ങൾ നമ്മൾ അത്രയും അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാരണം മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ പലതും നമ്മളവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഗതികൾ സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ഇത് വിസർജിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് മാർഗങ്ങളായിട്ടാണ് ഇതെല്ലാം പ്രയോഗിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണഗതിയിൽ അതിൻ്റെ എഫക്റ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ശ്വാസകോശത്തിൽ ഒരു ഗന്ധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സാധാരണഗതിയിൽ ശ്വാസകോശത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോയാൽ മതി. പക്ഷേ ആവശ്യമില്ലാത്ത പോയിസണസ് ഗ്യാസസ് അകത്തുണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് ബ്ലഡിൽ അല്ല സിസ്റ്റത്തിലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബ്ലഡിൽ കൂടെ വന്നിട്ടാണ് ശ്വാസകോശത്തിലൂടെ പുറത്തു വിടുന്നത്. ബാക്കിയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കൂടെ പോകുന്ന അത് വേറെ. പക്ഷേ ബ്ലഡിലുള്ള ഇന്റേണൽ കോശങ്ങളിൽ നിന്നുള്ള ഗ്യാസസ്, ടോക്സിക് ഗ്യാസസ് വരികയാണെന്നുണ്ടെങ്കിൽ ശ്വാസത്തിലൂടെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ അതിൽ ശ്വാസത്തിൽ ഗന്ധം വന്നു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാകാം അതിൽ ശരീരത്തിൻ്റെ വിസർജന പ്രക്രിയ നടക്കുക എന്നുള്ളത്. അല്ലാതെ ശരീരത്തിന് കുഴപ്പമുണ്ടെന്നുള്ള രീതിയിലല്ല എന്നെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ നാവിലെ എരിച്ചിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ആൽക്കലോയിഡ്സ് ആണ് എരി ഉണ്ടാക്കുന്നത്. മുളകിലെ ആൽക്കലോയിഡ്സ് എൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പെല്ലാമാണ് ഈ എരി ഉണ്ടാക്കുന്നത്. എരി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പുറന്തള്ളിയേ പറ്റുള്ളൂ. അപ്പം വളരെ ഇതായിട്ട് സലൈവ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ പുറത്തള്ളാനുള്ള ശ്രമമാണ് എരിച്ചിൽ കൊണ്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ പനിയിൽ അവിടെ പുറത്തുനിന്നുള്ള എന്തെങ്കിലും മൈക്രോബ്സ് കയറിയിട്ടുണ്ട്, നമ്മളതിനെ പ്രതിരോധിച്ച് അതിനെ ഇല്ലാതാക്കുകയും വേണം. അപ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരു 4 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്രോബുകളൊക്കെ നിർവീര്യമാകും അല്ലെങ്കിൽ മരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പനി ഉണ്ടാക്കുന്നത്. അപ്പോൾ പനിയുടെ പർപ്പസ് നമ്മൾ മനസ്സിലാക്കണം. പനി ഒരു രോഗമല്ല, പനി ഒരു പ്രതിരോധ പ്രക്രിയയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അതുപോലെ വയറിളക്കത്തിലും ഇതിലും ഛർദിയിലും ഇത് രണ്ടും ആവശ്യമില്ലാത്തത് നമ്മൾ വയറ്റിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് വയറ് തന്നെ ഒരു ഡിസിഷൻ എടുക്കും, ഇതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് കളയാമോ പറ്റുമോ ഇല്ല എന്നുള്ളത്. കളയാൻ പറ്റാത്ത രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ ഓക്കാനും ഛർദിയും വന്നു അത് പുറത്തു പോകും. കുറേ അകത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനും പെട്ടെന്ന് വയറിളക്കം ഉണ്ടാക്കി അതിനെ പുറത്തള്ളാൻ ശ്രമിക്കും. അപ്പോൾ ഇതെല്ലാം അത് തന്നെ. വിയർക്കൽ അതുപോലെ അടുത്തൊരു ഇതാണ് സ്കിന്നിൽ കൂടെ ഉള്ള വിസർജനം. അപ്പം വിയർക്കൽ എന്ന് പറയുന്നത് അതിനെ സ്കിന്നിലൂടെ എവിടെ അത് നിയറസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഇവിടെ ആ ഇൻ്റലിജൻ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ആ വളരെ ഇതായിട്ടുള്ള എക്കണോമിക്കലായിട്ട് അതിനെ എങ്ങനെ പുറന്തള്ളാമെന്നുള്ളതാണ് ശരീരം നിയന്ത്രിക്കുന്നത്. അപ്പം വിയർപ്പിൽ കൂടെ കളയാവുന്നതാണ് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ അതിലൂടെ കളയുക. അതുപോലെ തന്നെ മറ്റ് സ്രവങ്ങൾ ബോഡിക്കകത്ത് എന്തെങ്കിലും ഒരു മുള്ളു കയറിയാൽ മുള്ളു പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റാത്ത മൂടിഞ്ഞകത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കൊണ്ട് അത് പഴുത്ത് പൊട്ടി പുറത്തു കളയും. ആ സ്രവങ്ങളിലൂടെ അത് പുറത്തു പോകുന്നുണ്ട്. ഇതെല്ലാം ഈ പ്രക്രിയകളെല്ലാം ആ ശരീരത്തിൻ്റെ എലിമിനേഷൻ്റെ വിസർജന നിയമത്തിൻ്റെ പ്രകടനങ്ങളാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഫിനോമിനൻസ് ആണ്. ആ ഫിനോമിനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് രോഗമല്ല, അത് ശരീരത്തിൻ്റെ പ്രതിരോധ പ്രകടനങ്ങളാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശരീരത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി നിലനിർത്തുന്നു, ചൈതന്യം നിലനിർത്തുന്നു. അതുപോലെ തന്നെ ഹോമിയോസ്റ്റാസിസ്, സന്തുലിതാവസ്ഥ വീണ്ടെടുത്ത് അതിനെ പ്രവർത്തനക്ഷമമാക്കി നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ സാരം.
അപ്പോൾ അത് എല്ലാവരും അത് മനസ്സിലാക്കി ഇത് രോഗമല്ല, ഇതിന് അതിൻ്റെതായിട്ടുള്ള പർപ്പസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.